ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ജനുവരി 14 മകരം 1 പിറക്കുന്നു. ഈ പുതുവർഷത്തിൽ രാജകീയമായ ജീവിതം ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരും. 2025 ജനുവരി 14 ചൊവ്വാഴ്ചയാണ് മകരം 1-ാം തീയതി. അന്നു രാവിലെ ഏതാണ്ട് 9 മണിക്ക് സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കും. അതായത് മകരസംക്രമം നടക്കും. 6 മാസം നീളുന്ന ഉത്തരായനം ആരംഭിക്കുന്ന സമയം കൂടിയാണ്. 2025 ഫെബ്രുവരി 12 വരെ മകരമാസം നീളുന്നതാണ്. അതായത് മകരം 30 ദിവസം. ഈ കാലത്ത് ആദിത്യൻ മകരം രാശിയിലും ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. മകരം 1-ന് കറുത്ത പക്ഷം തുടങ്ങുകയാണ്. മകരം 16-ന് ജനുവരി 29-ന് കറുത്ത വാവ് വരുന്നു. പിറ്റേന്ന് മുതൽ വെളുത്ത പക്ഷം തുടങ്ങുകയാണ്. മകരം 30-ന് അതായത് ഫെബ്രുവരി 12-നാണ് മകരത്തിലെ വെളുത്ത വാവ് ഭവിക്കുന്നത്. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ്. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. മകരം 24-ന് അതായത് ഫെബ്രുവരി 6 വ്യാഴം രോഹിണിയിൽ നേർഗതിയിൽ ആരംഭിക്കും. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമായി തുടരുകയാണ്. ചൊവ്വ മകരം 8 വരെ അതായത് ജനുവരി 21 വരെ കർക്കിടകം രാശിയിൽ പുണർതം നക്ഷത്രത്തിൽ വക്രഗതിയിലും അതിനുശേഷം മിഥുനം രാശിയിൽ അതായത് പുണർതം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. മകരം 11-ന് അതായത് ജനുവരി 24-ന് ബുധൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിൽ പ്രവേശിക്കും. മകരം 7 അതായത് ജനുവരി 20 മുതൽ ബുധന് ക്രമമൗഢ്യം തുടങ്ങും. പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 4 നക്ഷത്രങ്ങളിലൂടെ ബുധൻ മകരമാസത്തിൽ കടന്നുപോകുന്നു. ചന്ദ്രനൊഴികെ 4 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹം മകരമാസത്തിൽ ബുധൻ മാത്രമാണ്. ശുക്രൻ മാസത്തിന്റെ പകുതി വരെ കുംഭം രാശിയിലാണ് സഞ്ചരിക്കുക. മകരം 15-ന് അതായത് ജനുവരി 28-ന് ഉച്ചരാശിയായ മീനത്തിൽ പ്രവേശിക്കുന്നു. ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിലൂടെ ശുക്രൻ സഞ്ചരിക്കുകയാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മകരമാസത്തിലെ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ കർമ്മസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനാൽ കഴിഞ്ഞ 2-3 മാസങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നല്ല സ്വീകാര്യത വന്നെത്തും. മുൻപ് പല കാരണങ്ങളാൽ മാറ്റിവെച്ച എല്ലാവിധ കാര്യങ്ങളും നടത്തുവാൻ ഇപ്പോൾ അവസരം സിദ്ധിക്കുന്നതാണ്. ആദായത്തിൽ വളരെയധികം വർധനവുണ്ടാകും. ധനനിക്ഷേപം വളരെയധികം ഉയരുന്ന സമയമാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അർഹമായ തൊഴിലവസരങ്ങൾ വന്നുചേരും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ശുക്രൻ്റെ അനുകൂലമായ സ്ഥിതി വളരെയധികം സഹായമാണ്. ആഡംബര വസ്തുക്കൾ സമ്മാനം ലഭിക്കുവാനും ഇടവരും. ചൊവ്വ ജനുവരി 20 വരെ നീചഭാവത്തിൽ തുടരുന്നതിനാൽ മനസമാധാനം അല്പം കുറയുവാൻ ഇടയുള്ള മാസമാണ്. വസ്തു, വീട്, വാഹനം ഇവ സംബന്ധിച്ച അലോസരങ്ങൾക്ക് സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യത്തിൽ അല്പം കരുതൽ വേണ്ട മാസമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ശുക്രന്റെ 11, ഉച്ചം എന്നീ ഭാവങ്ങളിലെ സ്ഥിതി ജനുവരി മാസത്തിൽ ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ്. ആദിത്യൻ, വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ തുടരുന്നതിനാൽ നിങ്ങളുടെ പദവികളിൽ ഉയർച്ച വന്നുചേരും. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള തീരുമാനം നിർവഹണത്തിലെത്തുന്നതാണ്. ആദായം വളരെയധികം വർദ്ധിക്കുന്ന മാസം തന്നെയാണ്. വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും. വിശിഷ്ട ഭോജ്യങ്ങൾ, വിനോദാനുഭവങ്ങൾ എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകളുടെ സൗഹൃദം, അനുരാഗം തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് വന്നുചേരും. ദാമ്പത്യം വളരെയധികം സുഖകരമാകുന്ന മാസമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷകൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം തൃപ്തികരമായി ചെയ്യുവാൻ സാധിക്കും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക്
നിങ്ങളുടെ ചികിത്സ വളരെയധികം ഫലപ്രദമാകും. വസ്തു സംബന്ധിച്ച വ്യവഹാരം ചിലപ്പോൾ പ്രതികൂലമാകുവാനും ഇടയുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളുമായി പിണങ്ങുവാനുള്ള സാഹചര്യം വന്നുചേരും. അകാരണമായി മനസ്സുഖം അല്പം കുറയുന്ന മാസമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടരാശിക്കാർക്ക് കൂടുതൽ അനുകൂലതയുണ്ടാകും. ഇടവ രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് വളരെയധികം വളർച്ച വന്നുചേരും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയമായി നിങ്ങളുടെ സ്വാധീനം വളരെയധികം ഉയരുന്ന മാസമാണ്. മത്സരങ്ങളിൽ അനായാസേന ജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൻ്റെ പിന്തുണയാൽ ബിസിനസ് പുഷ്ടിപ്പെടുന്നതാണ്. പ്രൊഫഷണലുകളായ ആളുകൾക്ക് മത്സരങ്ങളിൽ മുന്നേറുവാൻ സാധിക്കും. ഇടവ രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റം കിട്ടുവാൻ ഇടയുണ്ട്. ധനവരവ് ഏറിയും കുറഞ്ഞുമിരിക്കും. വായ്പകളുടെ തിരിച്ചടവ് അല്പം ക്ലേശകരമാകുന്നതാണ്. എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രണയ സാഫല്യം, മത്സര വിജയം, നറുക്കെടുപ്പുകളിലൂടെ ധനാഗമം എന്നിവയുണ്ടാകും. പരാശ്രയത്വം വളരെയധികം കുറയുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവ തുറക്കപ്പെടുവാനും ഇടവരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. അഷ്ടമ രാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നത് വളരെയധികം ആശ്വാസകരമാണ്. കരാർ പണികൾ തടസ്സമില്ലാതെ ലഭിക്കും. 10ാം ഭാവത്തിലെ ശനി ശുക്രന്മാരും ജന്മത്തിലെ വ്യാഴവും തൊഴിൽ മേഖലയിൽ അല്പം സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. വേണ്ടപ്പെട്ട ആളുകൾ അവിശ്വസിക്കാം. ബന്ധുക്കളുടെ പിണക്കം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. 3ലെ ചൊവ്വയും 11ലെ രാഹുവും നഷ്ടങ്ങളെ ലഘൂകരിക്കുവാനും ചെറിയ തോതിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുവാനും കാരണമാകുന്നതാണ്. മകരം പകുതിക്ക് മേൽ ഭൗതിക നേട്ടങ്ങൾ കൂടും. കലാപരമായ നിങ്ങളുടെ കഴിവുകൾ പുറം ലോകം അറിയുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അനുരാഗത്തിൻ്റെ പരാഗരേണുക്കൾ പതിക്കാം. ദമ്പതികൾ കൂടുതൽ ഐക്യപ്പെടും. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. മകളുടെ ഉപരിപഠനം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം മാറിക്കിട്ടുന്ന മാസമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. നേട്ടങ്ങൾ കൈവരിക്കുവാൻ ആവർത്തിത ശ്രമങ്ങൾ നിങ്ങൾക്ക് വേണ്ടിവരും. സ്വന്തമായി സ്ഥാപനം നടത്തുന്ന ആളുകൾ ക്ലേശങ്ങൾ അധികരിക്കുന്നതാണ്. വേണ്ടപ്പെട്ട ചിലരുടെ ഉപദേശങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കുവാൻ ഇടയുള്ള മാസമാണ്. ന്യായമായ ആവശ്യങ്ങളും പതിവ് കാര്യങ്ങളും വീഴ്ച വരാതെ നടന്നു കിട്ടും. സുഖഭോഗങ്ങൾ ഉണ്ടാകും. മകൻ്റെ നിരന്തര ആവശ്യം നിറവേറ്റുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജോലിയിലെ വരുമാനം ഉപയോഗിച്ച് വസ്തു അല്ലെങ്കിൽ വീട് വാങ്ങുവാൻ ശ്രമിക്കുന്നതാണ്. ചെറിയ വിനോദയാത്രകൾ സാധ്യമാകും. വിദേശത്തുള്ള ആളുകൾക്ക് തൊഴിലിടത്തിൽ സമാധാനം അല്പം കുറയുന്നതാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ വിവാഹാലോചനകൾ മകരം 15 ശേഷം ത്വരിതഗതിയിൽ എത്തുന്നതാണ്. കുടുംബ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പ്രധാന രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പരീക്ഷണ കാലമാണ്. കൃത്യനിഷ്ഠ പാലിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. അന്യദിക്കിൽ താൽക്കാലികമായെങ്കിലും ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതി ഭവിച്ചേക്കാം. ചെറുകിട സംരംഭങ്ങളിൽ അതുമല്ലെങ്കിൽ ഏജൻസികളിൽ നിന്നും ആദായം ഉണ്ടാകും. സംഘടനകളിൽ തർക്കങ്ങൾ ഉയരുന്നതാണ്. മക്കളുടെ പഠിപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. സാഹസ കർമ്മങ്ങൾക്ക് ഒരു രീതിയിലും മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. കച്ചവടത്തിൻ്റെ ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്നത് യാതൊരു രീതിയിലും ഉചിതമല്ല. ചെലവുകളിൽ നിയന്ത്രണം വേണ്ടതുണ്ട്. സമൂഹ മാധ്യമത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയം സ്ത്രീ സൗഹൃദം സന്തോഷമേകും. തൊഴിൽ യാത്രകൾ വേണ്ടി വരുന്ന മാസമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥൻ്റെ വക്രസഞ്ചാരം, ആദിത്യൻ്റെ അഷ്ടമസ്ഥിതി, ചൊവ്വയുടെ ജന്മനക്ഷത്ര സ്ഥിതി എന്നിവ ഉള്ളതിനാൽ വളരെയധികം കരുതൽ വേണ്ട മാസമാണ്. സർവ്വ കാര്യങ്ങളിലും പറയത്തക്ക കാര്യങ്ങളിലും ചെയ്യാത്ത കർമ്മങ്ങൾക്കും വളരെയധികം പഴി കേൾക്കേണ്ടി വരും.
സുലഭ വസ്തുക്കൾ ദുർലഭമാകുന്നതാണ്. ശുക്രനും ബുധനും അനുകൂലമാകിയ ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതാണ്. പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ വളരെയധികം സംതൃപ്തി നൽകുന്നതാണ്. സുഖഭോഗങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. സിംപോസിയങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി കിട്ടുവാൻ ഇടയുള്ള മാസം തന്നെ. ക്ഷേത്ര ഉത്സവാദികളുടെ നടത്തിപ്പ് സമയം കണ്ടെത്തും. രാഷ്ട്രീയ പ്രവർത്തനം ശത്രുക്കളെ സമ്മാനിക്കുവാനും ഇടവരുന്ന മാസമാണ് പുണർതം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ തൊഴിലിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങും. കൂട്ടുകച്ചവടത്തിൽ ലാഭം അല്പം കുറയുന്നതാണ്. ചെറുതോ അല്ലെങ്കിൽ വലിയതോ ആയ യാത്രകൾ ഉണ്ടാകുന്ന മാസമാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി തേടുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്ന മാസമാണ്. മകരം 15-ന് ശേഷം മുന്തിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കും. പാരമ്പര്യ വസ്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനക്ലേശത്തിന് കാരണമാകും. മറ്റുള്ളവരുടെ ദോഷവശങ്ങൾ ചികഞ്ഞ് കണ്ടെടുക്കും. സ്വന്തം പരിമിതികളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറുന്നതുമൂലം ശോഭശീലം കുറയുന്നതാണ്. ബന്ധുക്കളുടെ ഉപദേശങ്ങളെ നിരാകരിക്കുന്നതാണ്. ധനസ്ഥിതി നിങ്ങൾക്ക് ഉയരുന്നതിനാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധന് ആദിത്യ യോഗം ഉള്ളതിനാൽ അധികാരിയുടെ പ്രീതി നേടുവാൻ സാധിക്കും. തൊഴിലിൽ നൈപുണ്യമേറുന്നതാണ്. കാര്യനിർവഹണത്തിൽ വളരെയധികം സുഗമതയുണ്ടാകും. വ്യവഹാരങ്ങളിൽ അനുകൂലമായി വിധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീട് പണിയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഗവേഷണത്തിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്ന മാസമാണ്. കലാരംഗത്തുള്ളവർക്ക് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. ഗൃഹസ്ഥനായ ആളുകൾക്ക് കുറച്ചു കാലം കൂടി മക്കളോടൊപ്പം പോയി താമസിക്കേണ്ടി വരുന്നതാണ്. ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി എന്നിവയിൽ നിന്നും പ്രതീക്ഷിച്ച ധനം കൈവശമെത്തും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലിനോട് വിപ്രവൃത്തി തോന്നുന്നതാണ്. അവ ഉപേക്ഷിക്കുവാൻ ആലോചന ഉണ്ടാകുകയും ചെയ്യും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ആദ്യത്തിൻ്റെ 6-ാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം സൂചിപ്പിക്കുന്നത് നേട്ടങ്ങൾ അഭൂങ്കരമാകും. മുൻപ് പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ പ്രയത്നം കൂടാതെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ലക്ഷ്യം നേടുവാൻ ഒപ്പമുള്ളവരുടെയും കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും കിട്ടേണ്ട രേഖകൾ, അനുമതി പത്രങ്ങൾ എന്നിവയെല്ലാം തടസ്സം കൂടാതെ നിങ്ങളുടെ കൈവശം വന്നു ചേരും. ബിസിനസ്സിൽ വ്യക്തത കൈവരും. സാങ്കേതിക കാര്യങ്ങൾ വിദഗ്ധരിൽ നിന്നും മനസ്സിലാക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ലക്ഷ്യബോധവും വളരെയധികം ദൃഢമാകുന്ന കാലമാണ്. 7-ാം ഭാവത്തിൽ കണ്ടകശനി തുടരുകയാൽ ദാമ്പത്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകേണ്ട മാസമാണ്. മാസാന്ത്യത്തിൽ ചൊവ്വ 11-ലേക്ക് മാറുന്നത് ആശാവഹമാണ്. ഭൂമി തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കിട്ടുകയും ചെയ്യുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശുക്രന്റെ ആരോഹണവും മകരം 15 ശേഷമുള്ള ഉച്ചസ്ഥിതിയും വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ്. ആദിത്യൻ കർമ്മരംഗത്തെ ദീപ്തമാക്കും. വിഘ്നങ്ങളെയെല്ലാം അനായാസം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും പദവികളും ഉയരുവാൻ ഇടയുണ്ട്. സംരംഭങ്ങളെല്ലാം നിങ്ങളുടെ വളരെയധികം ലാഭകരമാകുന്നതാണ്. വിദ്യാഭ്യാസത്തിലെ അലസതയും ഏകാഗ്രതയില്ലായ്മയും എല്ലാം മാറിക്കിട്ടും. പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില മാനസിക പ്രയാസങ്ങൾ അവയിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്നതാണ്. മകന്റെ ആവശ്യങ്ങൾ ഒരു സമ്മർദ്ദമായി മാറുന്നുണ്ടെങ്കിലും അവയെല്ലാം ഈശ്വര അനുഗ്രഹത്താൽ മാറിക്കിട്ടും. വീട് പണിക്ക് മകരം പകുതിക്ക് മേൽ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ അല്പം ഉപദ്രവിക്കുവാനും ഇടയുള്ള മാസം തന്നെയാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്.
ചിങ്ങരാശിക്കാർക്ക് കർമ്മദീപ്തി പ്രതീക്ഷിക്കാം. കഴിവുകൾക്ക് എല്ലാ രീതിയിലുമുള്ള അംഗീകാരം വന്നുചേരും. നിങ്ങളുടെ നിലപാടുകൾക്ക് തൊഴിലിടത്തിൽ സ്വീകാര്യത വന്നെത്തുന്നതാണ്. രാഷ്ട്രീയ സ്വാധീനം വളരെയധികം ഇരട്ടിക്കുന്ന മാസമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വായ്പകൾ ലഭിക്കും. സർക്കാരിൽ നിന്നുമുള്ള എല്ലാവിധ അനുമതി പത്രങ്ങളും നിങ്ങളുടെ കൈവശം വന്നുചേരും. കന്നി രാശിക്കാർക്ക് ലാഭനഷ്ടങ്ങൾ മാറിയും മറിഞ്ഞും വന്നിരിക്കും. മനസ്സ് അസ്ഥിരമാകും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ അല്പം വിഷമിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭൂമിയിൽ നിന്നുമുള്ള ആദായം വളരെയധികം വർദ്ധിക്കുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. ധനയോഗമുള്ള മാസം കൂടിയാണ്. രോഗങ്ങൾക്ക് അനുവർത്തിക്കുന്ന ചികിത്സാരീതി മാറ്റേണ്ട ഒരു സാഹചര്യവും വന്നുചേരും. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ശനിയും വ്യാഴവും അനുകൂല സ്ഥിതി തുടരുകയാൽ ഒട്ടാകെ ജീവിതത്തിൽ സ്വച്ഛന്തഗതിയുണ്ടാകും. കർമ്മരംഗത്ത് ആരോഹണാവരോഹണങ്ങൾ ആവർത്തിക്കുന്നതാണ്. പിതൃസ്വത്തിൽ നിന്നും അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സഹോദരങ്ങളുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഫലവത്താകും. പ്രണയിക്കുന്ന ആളുകൾക്ക് ശുക്രൻ്റെയും രാഹുവിൻ്റെയും പ്രതികൂല സ്ഥിതിയാൽ തടസ്സങ്ങൾ വരുവാൻ ഇടയുള്ള മാസമാണ്. വയോജനങ്ങൾ മകൻ്റെ അതുമല്ലെങ്കിൽ മകളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള സാധ്യത വളരെയധികം വന്നുചേരും. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കപ്പെടുന്നതാണ്. ഉപാസനകൾ, ദൈവിക സമർപ്പണങ്ങൾ ഇവയെല്ലാം സാധ്യമാകുന്ന മാസം കൂടിയാണ്. ഭാവി കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ചിന്താപരത വളരെയധികം വർദ്ധിക്കുന്ന മാസം കൂടിയാണ്. ക്രിയാത്മകത കുറയുകയും ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഉപദേശങ്ങൾ കേൾക്കുന്നതാണ്, പക്ഷേ പ്രാവർത്തികമാക്കില്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. മകൻ്റെ ജോലിക്കാര്യം ശരിയാകുന്നതാണ്. യാത്രകൾ കൂടി വരുന്ന കാലം കൂടിയാണ്. റിയൽ എസ്റ്റേറ്റ് അനുബന്ധ ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. പ്രൊഫഷണലുകൾക്ക് ധാരാളം അവസരങ്ങൾ ലഭ്യമാകുന്ന മാസമാണ്. ആയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുവാൻ സാധിക്കും. കലഹപ്രേരണ നിയന്ത്രിക്കേണ്ടതാണ്. അന്യ സംസ്ഥാനത്ത് പഠിക്കുന്ന ആളുകൾക്ക് അവധിക്കാലത്ത് നാട്ടിലെത്തുവാൻ സാധിക്കുന്നതാണ്. സ്വന്തം സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് പാർട്ട്നേഴ്സിനെ തേടുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സന്തോഷിക്കുവാനുള്ള ഇടവരും. കുടുംബസൗഖ്യം വളരെയധികം വർദ്ധിക്കുന്ന മാസം കൂടിയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. നിലവിലെ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകുവാൻ ഇടയില്ല. തൊഴിൽ രംഗത്ത് വളരെയധികം വളർച്ചയും താഴ്ചയും ആവർത്തിക്കുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ വളരെയധികം സങ്കടമുണ്ടാകും. അന്യായങ്ങളുമായി വ്യവഹാരത്തിന് മുതിരുവാൻ ഗ്രഹാനുകൂല്യമില്ല. വാഹനത്തിന് അറ്റകുറ്റപ്പണി വരുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. ആദ്യ പകുതിയിൽ ഫോക്കസ്, സുഖം, കുടുംബജീവിതത്തിൽ സംതൃപ്തി ഇവ പ്രതീക്ഷിക്കാം. ഭാവനാശാലികളായ കലാകാരന്മാർക്ക് സന്തോഷിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. പലതരത്തിലുള്ള യാത്രകൾ വന്നുചേരും. ചിലതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് പ്രയോജനകരമാകും. പെൻഷൻ പറ്റിയവർക്ക് ആനുകൂല്യങ്ങൾ മിക്കതും വന്നു ചേരുന്നതാണ്. മധുര വാക്കുകളുമായി അടുത്തു കൂടുന്ന ആളുകളുടെ യാഥാർത്ഥ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ചോതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിപരീത സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ പഠിക്കും. എതിർ ശബ്ദങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതുന്നതാണ്. തുലാം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലും ആദിത്യൻ നാലിലുമാകിയാൽ നേട്ടങ്ങൾ കരഗതമാകുവാൻ സഹിഷ്ണുതയാർന്ന കാത്തിരിപ്പ് വേണ്ടിവരും. വലിയ പ്രൊജക്റ്റുകളുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. ഏജൻസി അതുമല്ലെങ്കിൽ കമ്മീഷൻ വ്യാപാരം വളരെയധികം ഗുണകരമാകും. സ്വാശ്രയ ബിസിനസ്സിൽ പുരോഗതിക്കായി കടം വാങ്ങുന്ന രീതി അഭിലഷണീയമല്ല. ആത്മീയമായ സാധനങ്ങളെല്ലാം തടസ്സപ്പെടുന്നതാണ്. മകൻ്റെ വാക്കുകൾ മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ഉപരി ചികിത്സ ആവശ്യമായി വരും. വൃശ്ചിക രാശിക്കാർക്ക് അഭ്യുദയങ്ങൾ ഭവിക്കുന്നതാണ്. തൊഴിലിൽ വളർച്ച പ്രകടമാകും. രാഷ്ട്രീയ സ്വാധീനം ഒപ്പമുള്ളവർക്ക് ബോധ്യമാകുന്ന കാലമാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ പ്രവർത്തന രംഗം വളരെയധികം ഉന്മേഷകരമാകും.
ഉദ്യോഗമായാലും വ്യാപാരമായാലും കരാർ പണികളായാലും പുരോഗതി വന്നെത്തും. നിങ്ങളുടെ ഇച്ഛാശക്തിയും ക്രിയാപരതയും ഏകോപിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിനകത്തും പുറത്തുനിന്നും നിർലോഭമായ പിന്തുണയും സഹായവും വന്നുചേരും. ഗൃഹ നവീകരണം വലിയ ചെലവില്ലാതെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സാഹിത്യം, അഭിനയം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം വന്നുചേരും. അന്യനാട്ടിൽ പഠനം അതുമല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ സന്ദർഭമാണ് വന്നെത്തിയിരിക്കുന്നത്. സ്ത്രീ സുഹൃത്തുക്കൾ മൂലം വളരെയധികം നേട്ടങ്ങൾ വന്നുചേരും. രോഗാശ്രിതരായ ആളുകൾക്ക് പൊതുചികിത്സ ആവശ്യമായി വരും. ചൊവ്വ അഷ്ടമത്തിൽ വരുന്നത് മനക്ലേശങ്ങൾ അല്പം സൃഷ്ടിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. മൂന്നിലെ ആദിത്യ സഞ്ചാരം നവോന്മേഷമേകും. തൊഴിൽപരമായ സന്ദേഹങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന മാസമാണ്. മേലധികാരികൾ നിങ്ങളുടെ ഉപദേശം തേടുന്നതാണ്. സ്വാശ്രയ വ്യാപാരം വളരെയധികം ലാഭകരമാകും. കൂട്ടുകച്ചവടങ്ങളെല്ലാം നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ്. പിതാവിന് പലതരം ശ്രേയസ്സുകൾ ഉണ്ടാവുന്ന കാലമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ഗവേഷണത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നങ്ങൾ സഫലമാകുന്ന സാഹചര്യം വന്നുചേരും. വീട് മോടി പിടിപ്പിക്കുവാൻ സാധിക്കും. പുതുവാഹനം വാങ്ങുവാനും കഴിയുന്ന മാസം തന്നെ. അനുബന്ധ ജോലികളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടം വന്നുചേരും. ചൊവ്വയുടെ അനുകൂലത കുറയുന്നതിനാൽ ആരോഗ്യ കാര്യങ്ങളിലെ അലംഭാവം ഉപേക്ഷിക്കേണ്ടതാണ്. ഉടമ്പടികളുടെ എല്ലാ വശങ്ങളും അറിയേണ്ടതുണ്ട്. വസ്തു കച്ചവടത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് തൃക്കേട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്ര ജാതകരുടെ ജന്മരാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നതെന്നത് നേരിയ ഗുണമായി കണക്കാക്കാം. അധികാരിയുടെ അനാവശ്യമായ സമ്മർദ്ദങ്ങളും അലച്ചിലുകളുമെല്ലാം ഒഴിവാകുന്നതാണ്. സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന കാലം കൂടിയാണ്. എന്നാൽ അവ നടപ്പിലാക്കുവാൻ അല്പം തടസ്സങ്ങൾ വന്നുചേരും. ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കൈവായ്പകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി വന്നുചേരും. സഹോദരങ്ങളുടെ സഹായം സ്വീകരിക്കുന്നതാണ്. ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ കഴിയുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നേറ്റം കാഴ്ചവെക്കുവാൻ കഴിയും. ഭൗതിക വിനോദങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന മാസമാണ്. സ്വന്തമായ ഇഷ്ടങ്ങൾ കുടുംബത്തിനായി വേണ്ടെന്ന് വെക്കേണ്ട സ്ഥിതി വന്നുചേരും. വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആശുപത്രിയിലേക്ക് നീങ്ങുവാനും ഇടവരുന്ന മാസമാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. സമ്മിശ്ര അനുഭവങ്ങളുടെ മാസമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അത്യധ്വാനം ചെയ്തിട്ടാണെങ്കിലും വാഗ്ദാനങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പോലും പലരും നൽകിയ ഉറപ്പുകൾ പാഴായേക്കും. തൊഴിലന്വേഷണം സഫലമാകുന്നതാണ്. എന്നാൽ ദൂരദിക്കിലാകും നിങ്ങൾക്ക് ജോലി കിട്ടുക. വീട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ട സ്ഥിതി വന്നുചേരും. അനുബന്ധ തൊഴിലിൽ വളരെയധികം ഗുണകരമായ അവസ്ഥ വന്നുചേരും. സാമ്പത്തികമായ ഞെരുക്കത്തിന് അയവുണ്ടാകുന്ന മാസമാണ്. ബുധന്റെ രണ്ടാം ഭാവത്തിലെ സഞ്ചാരം പണ്ഡിതോചിതമായി സംസാരിപ്പിക്കും. പഠനത്തിൽ വളർച്ച സ്വാഭാവികമാകും. മക്കളുടെ ഉപരിപഠനത്തിലെ ആശയക്കുഴപ്പങ്ങൾ മാറിക്കിട്ടും. ജന്മനക്ഷത്രാധിപനായ ശുക്രൻ മകരം 15 മേൽ ഉച്ചസ്ഥിതി പ്രാപിക്കുകയാൽ തൊഴിലിലും വ്യക്തിപരമായും വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ആദിത്യൻ തൻ്റെ ശത്രുവായ ശനിയുടെ രാശിയിൽ സഞ്ചരിക്കുന്നത് കാര്യങ്ങളുടെ സുഗമതയെ തുരങ്കം വയ്ക്കുന്നതാണ്. ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ ക്ലേശിച്ചേക്കും. നേട്ടങ്ങൾ കൈവശമെത്തുവാൻ വൈകുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് കാത്തിരിപ്പ് നീളേണ്ടി വരും. അന്യ സംസ്ഥാനത്ത് പഠിക്കുവാനുള്ള അവസരം വന്നു ചേരും. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു ദിക്കിലേക്ക് സ്ഥലം മാറ്റം കിട്ടണമെന്നില്ല. കടബാധ്യത ഭാഗികമായി പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് യാത്രകൾ വേണ്ടിവരും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത പുലർത്തേണ്ട മാസമാണ്. സ്ത്രീകളുടെ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്. വയോജനങ്ങൾക്ക് മക്കൾക്കൊപ്പം താമസിക്കേണ്ട സ്ഥിതി വന്നു ചേരും. രോഗാശ്രിതർക്ക് ഗുണപ്രദമായ ചികിത്സ ലഭിക്കുന്നതാണ്. മാനസിക ഉല്ലാസത്തിന് അവസരങ്ങളും വന്നു ചേരും.
അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ജന്മത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നത് ദേഹമനക്ലേശങ്ങൾക്ക് കാരണമാകും. ആഗ്രഹ സഫലീകരണത്തിന് കുറുക്കുവഴികൾ വന്നു ചേരില്ല. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട സർക്കാർ അനുമതി വൈകുന്നതാണ്. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തൊഴിൽ തേടുന്നത് യാതൊരു രീതിയിലും നല്ലതാവില്ല. വ്യാഴ ആനുകൂല്യം ഉള്ളതിനാൽ ധനപരമായി മോശസ്ഥിതി വന്നേക്കില്ല. ന്യായമായ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നിർവഹിക്കപ്പെടുന്നതാണ്. ഒപ്പം ആഡംബരത്തിനായുള്ള ചെലവുകളും വർദ്ധിക്കും. സൗഹൃദം മെച്ചപ്പെടുന്ന കാലമാണ്. പഴയ കൂട്ടുകാരെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധയും കരുതലോടെയും ആവണം. ദാമ്പത്യ ജീവിതത്തിൽ സമ്മിശ്ര അനുഭവങ്ങൾക്കുള്ള സാധ്യതയും വന്നുചേരും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഉന്നമനീച്ച വളരെയധികം ഉയരും. എന്നാൽ അത് പ്രവർത്തനത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. കുംഭരാശിക്കാർ എതിർപ്പുകളെ മറികടക്കുവാൻ ശക്തിയുള്ളവരാകും. മകരം രാശിക്കാർ അല്പം പകച്ചു നിന്നേക്കും. സർക്കാരിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ ലഭിക്കേണ്ട കാര്യങ്ങൾ തടസ്സപ്പെടുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തകർ യശസ് നഷ്ടമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പരാശ്രയത്വം വരാം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ തെറ്റുകുറ്റങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. തന്മൂലം വിരോധം സമ്പാദിക്കുവാൻ ഇടവരുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് നിന്നുള്ള ബന്ധുക്കളുടെ സഹായം എല്ലാ രീതിയിലും വന്നു ചേരും. സഭകളിലും സംഘടനകളിലും ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കും. കുടുംബ വസ്തുക്കൾ ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കുന്ന മാസമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. 12-ൽ രവി, ജന്മത്തിൽ ശനി, 2-ൽ രാഹു എന്നിങ്ങനെ പാപഗ്രഹങ്ങൾ വലയം ചെയ്യുന്നതിനാൽ കാര്യതടസ്സം ഉണ്ടാകുന്ന മാസമാണ്. കർമ്മനിർവഹണത്തിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നതായി തോന്നും. പല കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന മാസമാണ്. തൊഴിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. നവസംരംഭങ്ങൾ, വിശേഷിച്ചും വലിയ മുതൽ മുടക്കുള്ളവ തുടങ്ങുവാൻ ഇപ്പോൾ ഗൃഹ ആനുകൂല്യം ഒരു രീതിയിലും അനുകൂലമല്ല. ബുധന്റെ പ്രതികൂല ഗതി ബന്ധങ്ങളുടെ ദാർഢ്യം കുറയ്ക്കുന്നതാണ്. പഠിപ്പിൽ പാർമുഖത്വം വരാം. ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ ഉതകുന്നതാണ്. ഭൂമിയിൽ നിന്നുമുള്ള ആദായം വളരെയധികം വർദ്ധിക്കും. ശുക്രസ്ഥിതിയാൽ സുഖഭോഗങ്ങൾ ഉണ്ടാകുന്നതാണ്. മധുരമായി നിങ്ങൾക്ക് സംസാരിക്കുവാനും കഴിയും. പ്രണയം പുഷ്കലമായേക്കും. കലാപ്രവർത്തനം വളരെയധികം സുഗമമാവുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം തീരുമാനങ്ങൾ പുനരാലോചിക്കേണ്ടി വരുന്നതാണ്. കർത്തവ്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട സ്ഥിതി വന്നു ചേരും. ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ആലസ്യവും ശാരീരിക അവശതകളും നൽകുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ രീതിയിലും ലഭിക്കുന്നതാണ്. ഭക്ഷണ ക്രമീകരണം, വ്യായാമം ഇവയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭരാശിക്കാർക്ക് വസ്തുവിൽ നിന്നുമുള്ള ആദായം പ്രതീക്ഷിക്കാം. കൃഷി കാര്യങ്ങളിൽ ഔത്സുക്യം ഉണ്ടാകുന്നതാണ്. ദൂരസ്ഥലങ്ങളിൽ പോയി ഉപരിപഠനം നടത്തുവാനുള്ള സാഹചര്യം ഒത്തുവരും. കച്ചവടം തുടങ്ങുവാൻ സാമ്പത്തികമായ സഹായം സ്വീകരിക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. സഹപ്രവർത്തകരുടെ തെറ്റിദ്ധാരണ നീക്കുവാൻ ശ്രമിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രത വളരെയധികം വേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മരാഹുവിൻ്റെ പ്രതിലോമത ശക്തമാണ്. 7-ര ശനിയുടെ സാന്നിധ്യവുമുണ്ട്. ആദിത്യൻ്റെ 11-ലെ സ്ഥിതി ആശാവഹമാണ്. ഉദ്യോഗത്തിൽ അധികാരം സ്ഥാപിക്കുവാൻ സാധിക്കും. മനഃശക്തിയുടെ എതിർപ്പുകളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കിയാൽ പൊതുമധ്യത്തിൽ നിങ്ങളുടെ അംഗീകാരം ഉയരുന്നതാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾ വന്നുചേരും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടവരും. പൈതൃക സ്വത്തിൽ നിന്നുമുള്ള ധനാഗമം ഭവിക്കും. നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് കുതിക്കുന്നതാണ്. ശുക്രൻ്റെ 12-ലെ സ്ഥിതിയാൽ മാസാദ്യം ആഡംബര ചെലവുകൾ അല്പം വർദ്ധിക്കുന്നതാണ്. 2-ാം പകുതിയിൽ പ്രണയ സാഫല്യം, ഭോഗസുഖം എന്നിവയുണ്ടാകും. ഇടയ്ക്ക് ചെറുപരാജയങ്ങളുടെ കയ്പ് രസം കൂടി വന്നു ചേരും.
അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധനും ആദിത്യനും 11-ൽ വരുന്നത് ഏറെ അനുകൂലമാണ്. തടസ്സങ്ങളാൽ നിലച്ചുപോയ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിക്കുവാൻ സാധിക്കും. പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം വന്നു ചേരും. വേതനം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കരാറ് പണിയിലെ കുടിശ്ശികയായിട്ടുള്ള തുക വന്നു ചേരും. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക കൈവശമെത്തുന്നതാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഉപദേശം മനക്ലേശം അകറ്റുന്നതാണ്. സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചനയിൽ പ്രശസ്തി ഉണ്ടാകും. തൊഴിൽ യാത്രകൾ വർദ്ധിക്കുന്നതാണ്. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി ഇവയിലൂടെ ധനാഗമം വന്നു ചേരും. പതിവ് ആരോഗ്യ പരിശോധനകളിൽ അലംഭാവമരുത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.